വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ നീട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു മസാജിന്റെ കാര്യം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ഹെയർ മസാജ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു രീതി പറഞ്ഞുതരാം. നമ്മൾ ചാലഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 വീക്ക് ചാലഞ്ചിൽ. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ദിവസം നമ്മൾ മസാജിനായിട്ട് തന്നെ മാറ്റി വെക്കണം. അപ്പം അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഓൾറെഡി ഡേയ്സിൽ മസാജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നുണ്ട്. നിങ്ങൾ മുടി 1 മന്ത് കഴിഞ്ഞിട്ട് 2 മന്ത് കഴിഞ്ഞിട്ടൊക്കെ ഒരേപോലെയാണ് നിൽക്കുന്നത്, ഒരു ചേഞ്ചും ഇല്ല, ഒട്ടും നീളൂല നമ്മൾ കൺഫേം ചെയ്ത മുടിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം വെച്ചാൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഹെയറിൽ നടന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ഗ്രോത്ത് വെക്കും. പിന്നെ എൻ്റെ ഒരു കാര്യം വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മുടി ഒട്ടും നീളൂലായിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും നീളൂല എന്ന് പറയില്ല. എൻ്റെ ഈ ഒരു മുട്ടിന്റെ ഈ ഒരു ഭാഗം വരെ അതിന്റെ താഴേക്ക് അത് നീളയില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നീണ്ടുവരും, മുട്ടിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒട്ടും നീളൂല. നീണ്ടു കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങോട്ട് വിശ്രമിക്കാൻ തുടങ്ങും. അവിടെ നിൽക്കട്ടെ മതി എന്നുള്ള ലെവലിലാണ് എൻ്റെ മുടി പൊതുവെ കളിക്കുന്ന ഒരു രീതി. പക്ഷെ ഞാൻ ഇപ്പൊ അത് നീട്ടിയെടുത്തത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടൊരു സംഭവമാണ് നമ്മളെ ഹെയർ മസാജ് നല്ല രീതിയിൽ ചെയ്യാം. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നേ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്ന കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ എല്ലാ വ്യക്തികളുടെ മുടി ഒരു 1 മന്തിൽ 1 ഇഞ്ച് എന്നുള്ള ലെവലിലാണ് നീണ്ടു വരിക. അപ്പോൾ നമ്മൾ ഇത്രയും നിങ്ങളൊന്നും ചെയ്യാണ്ട്, അതായത് നിങ്ങളൊരു പാക്കും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ മുടി നീളും. പക്ഷേ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് എടുക്കുക, നമ്മൾ ഹെയർ പാക്ക് മാറ്റിയിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ പാക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തി നോക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രോത്ത് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ മുടി എപ്പോഴും ഇത് തന്നെയാണ്, ഇത് അങ്ങോട്ട് നീളുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിൽക്കുന്നുള്ളൂ, അതിന് താഴേക്ക് നീളുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ അതിൽ മാറ്റം ഉണ്ടാവും. അത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മളൊരു ഹെയർ മസാജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മസാജ് നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല നോർമൽ ഓയിൽ ആണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അതുപോലെ തന്നെ നൈറ്റ് മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഒരു ചാലഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല ഗ്രോത്ത് വെക്കണം എന്ന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട് നൈറ്റ് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കണം. അത് നിർബന്ധമായിട്ടും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഹെയറിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പ്രശ്നം, അതായത് കൂടുതൽ ടൈം ഓയിൽ ചെയ്യാത്ത ആളുകൾ എല്ലാവരെയും പ്രശ്നം എന്ന് വെച്ചാൽ അത് ഫേസിലേക്ക് ഇറങ്ങും. ഫേസിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിൽ പിമ്പിൾസ് വരും. പിന്നെ ഒന്നാമത് ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുകൾക്കാണ് പൊതുവെ ടെൻഷൻ ഉണ്ടാവുക. ഒരു ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫേസിലേക്ക് ഇറങ്ങുന്നുണ്ട്, പിന്നെ പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് കാര്യങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഹെയർ ഗ്രോത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഹെയർ ചാലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മളൊരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്ക് 1 വീക്കിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പാക്ക് ചെയ്യുവാണ് കൂടുതൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടിയെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോയുടെ കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾ അറിയിക്കുക. അല്ലെങ്കിൽ ഏത് വീഡിയോ ഉണ്ടായാലും, ഇതിന്റെ വീഡിയോ എന്നല്ല പറഞ്ഞാൽ ഏത് വീഡിയോയുടെ കമന്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഞാൻ കൂടുതൽ അത് നോക്കിയിട്ടാണ് റിപ്ലൈ തരില്ല. കഴിയുന്നതും ഞാൻ അടുത്ത ദിവസം ആകുമ്പോഴേക്കെങ്കിലും റിപ്ലൈ ഞാൻ തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ രീതിയിൽ മെസ്സേജ് അയക്കാം. ഹെയർ ഓയിൽ മസാജിന്റെ കാര്യം പറയാം. നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ മസാജ് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇനി അല്ല നോർമൽ ആയിട്ടൊരു ഓയിൽ മസാജ് ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. നിങ്ങൾ ഹോട്ട് ഓയിൽ മസാജ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡബിൾ ബോയിൽ ഇല്ല, ഡയറക്റ്റ് ബോയിൽ ചെയ്യുന്നത്. ഡബിൾ ബോയിൽ ചെയ്യാം. ഇനി ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനപ്പുറം എന്തെങ്കിലും ആഡ് ചെയ്യണം, അതായത് കരിയർ ഓയിൽ ഏതെങ്കിലും ആഡ് ചെയ്തിട്ട് നമ്മൾ കാസ്റ്റർ ഓയിലും നമ്മൾ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും നമ്മൾ സാധാ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വെളിച്ചെണ്ണ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതിനൊക്കെ ഒരു മെഷർമെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുൻപ് വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അയക്കാണല്ലോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനൊന്ന് മെൻഷൻ ചെയ്യാം ഈ കരിയർ ഓയിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. കരിയർ ഓയിൽ വേണം ഒന്നുമില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന മെയിൻ ഓയിലിനപ്പുറം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്ന ഒരു ഓയിലാണ്. നമ്മൾ എടുക്കുന്ന ഓയിലിനപ്പുറം ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന ഒരു ഓയിലാണ് കരിയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നെറ്റിൻ്റെത് വെച്ചിട്ട് ഈ ഒരു നമ്മൾ പൊട്ട് വെക്കുന്ന ഭാഗം ഇല്ലേ, ഈ പൊട്ട് വെക്കുന്ന ഭാഗം വെച്ചിട്ട് ഈ വിരൽ ഇവിടെ വെക്കാം. എൻ്റെ പൊട്ട് വെച്ച ഭാഗം ഇവിടെയാണ്. ഇവിടെ 2, 3, 12 വിരൽ കണക്കാക്കുക. 12 ഇവിടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. ഈ രീതിയിൽ, ഇങ്ങനെയല്ല, ഒരക്കല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ വെച്ചിട്ട് ഈ രീതിയിൽ മസാജ് ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാം, ഒരു 100 വരെ കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3 to സെക്കൻഡ് ഇതേപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ കറക്റ്റ് ഇവിടെ, അതായത് നെറ്റിൻ്റെ ഇവിടുന്ന് ഒരു 12 വിരൽ വെച്ച് കണക്കാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ടോ മസാജ് ചെയ്തു. തന്നെ നിങ്ങൾ ഓയിൽ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് ഓയിൽ എടുക്കട്ടെ, നിങ്ങൾ
നിങ്ങളിപ്പോൾ കാച്ചിയ എണ്ണയാണെങ്കിലും അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ഫിംഗർ ഈ ഒരു ഭാഗത്തിനെ ടിപ്പിനെ കൊണ്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇങ്ങനെ വെച്ച് ഉറയ്ക്കരുത്. ജസ്റ്റ് ഈ ഒരു ഭാഗത്തിനെ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചില ഹോട്ട് ഓയിൽ ആണെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇത് കൈ ഒന്ന് ചെറുതായിട്ട് ഈ രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഹെയറിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ രീതിയിൽ ചെയ്യാം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, മസാജ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഉരയ്ക്കരുത്. നമ്മൾ പൊതുവേ ചെയ്യേണ്ട ഈ പരിപാടിയാണ് ഈ രീതിയിലല്ല ചെയ്യേണ്ടത്. അതിന് പകരം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, ഇത് കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്ത ആൾക്കാർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഈ രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ നേരത്തെ ചെയ്തില്ലേ, ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയിൻ്റെ ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു സൈഡ് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ മുടി ഇവിടെ എഴുന്ന ഭാഗത്ത് ഇവിടെ ഈ രീതിയിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തും നിങ്ങൾ രണ്ട് കൈ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഈ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതും റിലാക്സ് ആയിട്ട് ചെയ്യുക. അല്ലാതെ എന്തെങ്കിലും തിരക്കിനിടയ്ക്ക് ഇരുന്നിട്ട് ആ ഒരു പരിപാടി ചെയ്യരുത്. നിങ്ങൾ അതിന് ടൈം എടുത്തിട്ട് കുറച്ചൊരു കാം ആൻഡ് കൂളായിട്ട് വേണം ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആരാണ് നമ്മളിവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്ത് ചെയ്യുക. അത് കഴിഞ്ഞ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ബാക്ക് ഭാഗമില്ലേ, നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഇവിടെ ഈ എൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ കറക്റ്റ് വെച്ചിട്ട് ഒന്ന് ഈ ഒരു ഭാഗം ഉള്ളിൽ വെച്ച് നല്ലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്യുക. ഇങ്ങനെ മുകളിലേക്ക് കേട്ടോ, കൈ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് ഞാൻ. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാവും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കാൽപ്പ് ഇളകുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പിന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ മുടി വെച്ചിട്ട് ചെയ്താൽ മതി. ഈ രീതിയിൽ ചെയ്യാം. കാര്യത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രീ ടൈം, അതായത് നമ്മൾ ഫോണൊന്നും ഉപയോഗിക്കാണ്ട് ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫിംഗറിൽ നഖം ഇങ്ങനെ വരുത്താനല്ല, കൈയാണെങ്കിൽ ഇങ്ങനെ വരുത്തി കൊടുക്കുക. ഇങ്ങനെ നഖം വെച്ചിട്ട് ഇങ്ങനെ വരുത്താനല്ല, ഇതല്ല നഖം ഇങ്ങനെ വരുത്താനല്ല, ഈ ഒരു ഭാഗം ഫിംഗറിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ രണ്ടും ഇങ്ങനെ കൂട്ടി അങ്ങനെ ഈ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളത് ഇടയ്ക്കൊന്ന് ചെയ്യാം. ഇത് നല്ലതാണെന്ന് നമ്മൾ കുറേ വായിച്ചതും അതുപോലെ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു തന്നതും ഡോക്ടേഴ്സ് വരെ പറഞ്ഞു തന്ന കാര്യമാണ്. സോ ജസ്റ്റ് ഇങ്ങനെ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതാണ്, നമുക്ക് ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് അതിന് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റല്ല. പക്ഷേ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് സൈലന്റ് ആയിട്ട് നമുക്കൊരു ഇവിടെ ഒരു മൊമെന്റ് പോലെ തോന്നുന്നുണ്ട്. ബട്ട് അതൊക്കെ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കതിനൊരു നമുക്ക് ഓരോരുത്തരുടെ രീതി വരാം. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് മാക്സിമം ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ ഇനിയിപ്പം നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ പോവുകയാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ കഴിഞ്ഞ അപ്പം തന്നെ പാഞ്ഞ് പോകരുത്. നമുക്ക് അത്യാവശ്യം ബ്ലഡ് സർക്കുലേഷൻ കിട്ടിയിട്ട് നമ്മുടെ ഹെയറും സ്കാൽപ്പൊക്കെ ഒന്ന് സെറ്റ് ആയി നിൽക്കുന്ന സമയം ഓടി പോയിട്ട് വെള്ളം നനച്ചിട്ട് കൊളാക്കരുത്. നോർമലി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ ഹെയർ വാഷ് ചെയ്യുക, അരിഞ്ഞ് ചെയ്യുക. പിന്നെ നമ്മൾ നൈറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാൻ വേണ്ടി, ഇവിടേക്കൊക്കെ ഫേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിമ്പിൾസ് വരുന്ന ഒരു ഇഷ്യൂ. അതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വിറ്റാമിൻ ഇന്റെ ക്യാപ്സ്യൂളില്ല, കാസ്റ്റർ ഓയിൽ എടുക്കരുത് കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. ചില ആളുകൾ പെട്ടെന്ന് കാസ്റ്റർ ഓയിൽ മതിയിലേന്ന് പറഞ്ഞ് എടുക്കും. ഈ കാസ്റ്റർ ഓയിലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഉപയോഗിക്കേണ്ടി വരും. ഒരിത്തിരി ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വിറ്റാമിൻ ഇന്റെ ക്യാപ്സ്യൂൾ ഇല്ല, കുഞ്ഞി ഗ്രീൻ കളർ ക്യാപ്സ്യൂളില്ലേ, അത് എടുത്തിട്ട് ഒരു പിന്ന് വെച്ചിട്ട് അത് കുഞ്ഞു ഹോൾ എടുക്കുക. ഒരു കുഞ്ഞു ഹോൾ മതി കേട്ടോ, ഭയങ്കര ഹോളാവത്തെ. ഇതിൻ്റെ ദേശത്തിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ തലയിൽ എവിടെയാണോ എടുത്ത് നമ്മൾ സ്കാൽപ്പ് ഇതാക്കിയിട്ട് ഒരു കുഞ്ഞിതെടുത്തിട്ട് ഒരിത്തിരി ഇവിടെ ഇട്ടിക്കാം. അതുപോലെ ഇവിടെ പകുത്തിട്ട് ഇവിടെ ഇട്ടിക്കാം. ഈ സൈഡാണ് ഓരോ സൈഡിലും പോയിന്റ് ചെയ്ത്. എന്നിട്ട് നിങ്ങൾ നമ്മൾ ബെഡിൽ ഇങ്ങനെ കവിന്നെടുക്കില്ല, ഇങ്ങനെ കിടന്നിട്ട് മുടി താഴെ കിട്ടുന്ന രീതിയിൽ കിടക്കുക. എന്നിട്ട് ഞാൻ ഫോട്ടോ കാണിക്കുക. ഈ രീതിയിൽ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുക, ജെന്റിലായിട്ട് മസാജ് ചെയ്യുക. നമ്മൾ ആ ഓയിൽ അപ്ലൈ ചെയ്തിട്ടിലൊക്കെ ചെറുതായിട്ട് ഭയങ്കര ഹാർഡാവുന്നത് കുഞ്ഞി രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞിട്ട് മെല്ലെ കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു എഫക്റ്റ്. തല കീഴായിട്ട് കിടന്ന് നിങ്ങൾക്ക് ആ ഒരു മസാജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിൽ എഫക്റ്റ് ആവും. പിന്നെ അതുപോലെ ചിലപ്പോൾ കോൾഡ് ഉള്ള ആളുകൾ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു കോൾഡിൻ്റെ ചെറിയൊരു ഇഷ്യൂ വരും. കോൾഡ് ഉള്ള ആളുകളാണ് അത് ചിലപ്പോൾ നമുക്ക് ചുമയ്ക്കാനൊക്കെ തോന്നും. ഇങ്ങനെ ചാഞ്ഞ് കിടന്നിട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നൈറ്റ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മുടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങില്ല. ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഞാൻ ആ രീതി ചെയ്യുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നാമത് ഫേസിൽ അങ്ങനെ ഓയിൽ നിൽക്കുന്നത് തീരെ പറ്റാത്ത ഒരാളായും ഇന്നത്തെ സ്കിൻ കെയർ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഓയിൽ ഫേസിൽ കിടക്കുന്നത് പറ്റൂല, പിമ്പിൾസ് വരും, കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ നിൽക്കുന്ന ആളല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് രാവിലത്തേക്ക് കുറച്ചും കൂടി തിക്കായിട്ടൊരു വോളിയം പോലെ തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്ത് നോക്കാം. എന്തായാലും ഈ രീതി കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഹെയർ ചാലഞ്ചിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റ് ഇട്ടുണ്ട്. അതിൽ കയറിയിട്ട് ഫസ്റ്റ് മുതൽ കാണാം.
സൈഡിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതിന്റെ റിസൾട്ട് ആയിരിക്കില്ല. ഫസ്റ്റ് മുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഐക്കാർഡിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം. താല്പര്യമുള്ളവർ കയറി കണ്ടുനോക്കുക. കറക്റ്റായിട്ട് ഓരോ മുടിക്കും എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് ടൈപ്പ് മുടിയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനൊപ്പം നമ്മൾ ഹെയർ മസാജ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെ മസാജ് ചെയ്യാൻ നോക്കുക. അതുപോലെ നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.